യുകെയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നതിന് പണം വാങ്ങി പറ്റിച്ചെന്ന് പരാതി. സിറ ഇന്റർനാഷണൽ ട്രാവൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെയാണ് എറണാകുളം രവിപുരം സ്വദേശിയായ ശ്രീജിത്ത് ബാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പണം തിരികെ ചോദിക്കുമ്പോൾ സിറ ഇന്റർനാഷണൽ ട്രാവൽസിന്റെ ഉടമകൾ ഭീഷണിപ്പെടുത്തുകയാണെന്നും സമാനമായ നിരവധി പരാതികൾ ഇവർക്കെതിരെ ഉണ്ടെന്നും പരാതിക്കാരൻ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. ഇത് നമ്മുടെ എറണാകുളത്തുള്ള സിറ ട്രാവൽസ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഫ്ലൈറ്റ് ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് പ്രവാസികളായ കുറേ ആൾക്കാരുടെ നിന്ന് ഒരുപാട് പൈസ പറ്റിച്ചിരിക്കുകയാണ്. എൻ്റെ 2,20,000 രൂപ അവർ കൊണ്ടുപോയി. ഇവർ ഫ്ലൈറ്റ് ടിക്കറ്റ് തരാമെന്ന് പറയും. ലാസ്റ്റ് ഒരു മാസമുള്ള സമയത്ത് അല്ലെങ്കിൽ 20 ദിവസമുള്ള സമയത്ത് ഇവർ ഫോൺ അറ്റൻഡ് ചെയ്താൽ ഫോൺ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈസ് ഇല്ല, ഫ്ലൈറ്റ് ടിക്കറ്റും ഇല്ല. ഇവർ ട്രാവൽസ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നു. 2 ഓഫീസ് ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. പക്ഷേ ഇപ്പോൾ ട്രാവൽസ് എല്ലാം പൂട്ടിപ്പോയി. പക്ഷേ ഇപ്പോഴും അവർ ഈ സിറ ട്രാവൽസിൻ്റെ പേരിലാണ് പേയ്മെൻറ്റ് വാങ്ങുന്നതും എല്ലാം തട്ടിപ്പ് നടത്തുന്നത് ഇതേ പേരിൽ തന്നെയാണ്. റാംഷ സിപിയുടെ വിശദാംശങ്ങൾ നൽകാൻ. റാംഷ, ഇദ്ദേഹത്തിന് 2 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇത് ഈ തട്ടിപ്പ് എപ്പോഴായിരുന്നു സംഭവിച്ചത്? ഇതിനുശേഷം അതായത് നേരത്തെ ഒരു കമ്പനിയൊക്കെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നിലവിൽ അങ്ങനെ ഒരു ഓഫീസ് ഇല്ല എന്നാണോ മനസ്സിലാക്കുന്നത്? എന്താണ് റാംഷയ്ക്കും ഇതിൽ നിന്ന് ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്? സുധി, കൊച്ചിയിൽ സിറ ഇന്റർനാഷണൽ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനത്തിന് ഒരു ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഓഫീസ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മുംബൈ കേന്ദ്രീകരിച്ചാണ് ഇവർ ഇതിന്റെ ടിക്കറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിരവധി പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ മുമ്പും ഉയർന്നിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ ഈ ശ്രീജിത്ത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എറണാകുളം സ്വദേശിയായ നമ്മളോടിപ്പോൾ സംസാരിച്ച അദ്ദേഹത്തിന് 2,20,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. യുകെയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാന ടിക്കറ്റ് എടുത്തു നൽകാം എന്ന് വാഗ്ദാനം ചെയ്താണ് ഈ ട്രാവൽ ഏജൻസി ഇദ്ദേഹത്തിൽ നിന്ന് പണം സ്വീകരിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനുള്ള തീയതി അടുത്തിട്ടും ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം ഈ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത്. ആ ഓർഡർ ക്യാൻസൽ ചെയ്തതിന് ശേഷവും ഈ പണം റീഫണ്ട് ചെയ്യാൻ ഇതുവരെയും ആ കമ്പനി തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് യുകെയിൽ നിന്ന് മറ്റൊരാൾ കൂടി നമ്മളെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിനും സമാനമായ നിലയിൽ പണം നഷ്ടമായി എന്നതാണ് പറയുന്നത്. ഇത്തരത്തിൽ യുകെയിൽ നിന്നും നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു നൽകാം എന്ന് പറഞ്ഞ് പ്രവാസികളായ നിരവധി പേരിൽ നിന്നും ഈ കമ്പനി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. എന്നത് മാത്രമല്ല, ഇങ്ങനെ പണം തിരികെ ചോദിക്കുമ്പോൾ, അതായത് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഈ റീഫണ്ട് ചോദിക്കുന്ന ഘട്ടത്തിൽ അത് നൽകാൻ തയ്യാറാകുന്നില്ല എന്നത് മാത്രമല്ല, ഇതിന്റെ ഉടമസ്ഥരായ ആളുകൾ, അവർ ഭാര്യയും ഭർത്താവുമാണ്, അവർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നതുകൂടിയാണ് ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ പറയുന്നത്. ഫോണിലൂടെ വല്ലാത്ത നിലയിൽ, അതായത് അസഭ്യം ഉൾപ്പെടെ പറയുന്ന നിലയിലേക്ക് ഇവർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. നാട്ടിലേക്ക് വരാൻ സമ്മതിക്കില്ല, നാട്ടിലേക്ക് വന്നാൽ കാണാം എന്ന നിലയിലൊക്കെയുള്ള ഭീഷണികളാണ് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതുകൂടിയാണ് ഇവർ പറയുന്നത്. ഏതായാലും ഈ ശ്രീജിത്ത് ബാലകൃഷ്ണന്റെ പരാതിയിൽ എറണാകുളം സിറ്റി പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമാനമായ നിലയിൽ മറ്റു പരാതികളും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രുതി, ഓക്കെ, തട്ടിപ്പിന്റെ പല മുഖങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇവിടെയും കണ്ടത് എന്നുള്ളതാണ്. വിമാന ടിക്കറ്റിന് പണം വാങ്ങിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. റാംഷ സിപിയാണ് വിശദാംശങ്ങൾ നൽകിയത്.